വൻ ആഡംബരത്തോടെ കാറും വലിയ വീടുമൊക്കെയായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നരേഷിൻ്റെ കുടുംബത്തിൽ ഒരു സങ്കടകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. അയാളുടെ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് ആ വലിയ വീടിൻ്റെ മുഴുവൻ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം ഭാര്യയായ മമതയുടെ തലയിലാവുകയാണ്. ജോലിക്ക് പോയി കുടുംബം നോക്കിയിരുന്ന മമതയെ കാത്തിരുന്നത് മറ്റു ചിലതായിരുന്നു. എന്താണ് മമതയ്ക്ക് സംഭവിച്ചത്? നരേഷിൻ്റെയും കുഞ്ഞിൻ്റെയും അവസ്ഥ എന്തായിരിക്കും? എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. നേപ്പാളിലാണ് മമത കാഫ്ലെ ജനിച്ചത്. അവൾ ചെറുപ്പത്തിലെ ഭയങ്കര ഡിസിപ്ലിനുള്ള കുട്ടിയായിരുന്നു. മുതിർന്നവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് അതുപോലെ ചെയ്യുമായിരുന്നു. പഠിത്തത്തിലാണേലും മിടുക്കി. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനും അവളെ നല്ല ഇഷ്ടമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കഷ്ടങ്ങളിൽ സഹതപിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് അന്നേ അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലുതായപ്പോൾ അവൾ നേഴ്സിംഗ് പ്രൊഫഷനാണ് ചൂസ് ചെയ്തത്. നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി മമതയുടെ വീട്ടുകാർ ബാംഗ്ലൂരിലേക്ക് അയക്കുകയാണ്. അവിടെ വച്ച് മമതയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായ നരേഷ് ഭട്ടിനെ ഇവൾ പരിചയപ്പെടുന്നു. അയാളും നേപ്പാളി സ്വദേശിയാണ്. അയാൾ US മിലിറ്ററിയിലെ ഒരു വിങ്ങിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വെൽ സെറ്റിൽഡ് ആയിരുന്നു നരേഷ് ഭട്ട് അവിടെ. പതിയെ നരേഷ് ഭട്ടുമായിട്ട് മമത പ്രണയത്തിലാവുകയാണ്. മമതയെക്കാളും 9 വയസ്സിന് മൂത്തയാളാണ് നരേഷ് ഭട്ട്. വീട്ടിലെ നരേഷുമായിട്ടുള്ള ബന്ധം മമത പറഞ്ഞപ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതം മൂളുകയാണ്. എന്തെന്നാൽ നരേഷ് അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ മകളുടെ ജീവിതം നല്ല സുരക്ഷിതമാകും. മാത്രമല്ല നഴ്സിംഗ് കഴിഞ്ഞാൽ അവൾക്കും US നല്ലൊരു ജോബ് കിട്ടും. അങ്ങനെ മമതയുടെ ലൈഫ് നല്ലതായിട്ട് വരും. ഇതായിരുന്നു മമതയുടെ വീട്ടുകാരുടെ ഉള്ളിൽ. മിലിറ്ററിയിലാണെങ്കിലും നരേഷ് ഒരു ഉൾവലിഞ്ഞ സ്വഭാവക്കാരനായിരുന്നു. അധികം ആരോടും അയാൾ അങ്ങനെ സംസാരിക്കുകയും കണക്ഷൻ ആവുകയും ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ 2020 ഡിസംബറിൽ നേപ്പാളിൽ വെച്ച് തന്നെ ഇവരുടെ കല്യാണം നല്ല ആർഭാടത്തോടെ നടക്കുകയാണ്. വിവാഹശേഷം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട്, അതായത് 2021 ജൂലൈയിലൊക്കെ ആയപ്പോൾ ഇവർ US തിരിച്ചു പോവുകയും ചെയ്തു. അവിടെ നരേഷ് താമസിച്ചിരുന്ന പഴയ വീട്ടിലോട്ടാണ് മമതയും നരേഷും പിന്നീട് താമസം തുടങ്ങിയത്. അവിടെ മമതയ്ക്ക് ആരെയും അത്ര പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരോടും, അയൽവാസികളോടൊക്കെ മമത അധികം താമസിയാതെ നല്ല ഫ്രണ്ട്ലി ആവുകയാണ്. മമതയുടെ ഈ ക്യാരക്ടർ തന്നെ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ മമതയ്ക്ക് ട്രെയിനിങ്ങും കഴിഞ്ഞ് ജോലിയും കിട്ടി. നരേഷിനെ ഫിനാൻഷ്യലി സഹായിക്കുകയും കൂട്ടത്തിൽ സ്വന്തം പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ 2 വർഷങ്ങൾ കടന്നു പോവുകയാണ്. 2023 ആഗസ്റ്റ് 23 ഇവർക്ക് ഒരു മകൾ ജനിക്കുകയാണ്. കുഞ്ഞിൻ്റെ പേര് നീമ. കുഞ്ഞ് ജനിച്ചതോടെ ഇവരുടെ ഒരു ലൈഫ് നേരത്തെ ഉണ്ടായിരുന്നതിലും ഭയങ്കര സന്തോഷമുള്ളതാവുകയാണ്. പിന്നീട് ഇവർ US നിന്നും വെർജീനിയയിലേക്ക് മൂവ് ചെയ്തു. അവിടെ ഒരു 5 വലിയ ബെഡ്റൂമുള്ള ഒരു വലിയ വീട് നരേഷ് വാങ്ങുകയാണ്. അവിടെയും മമതയ്ക്ക് ഒരുപാട് അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ കിട്ടി. കാരണം മമത ഭയങ്കര സോഷ്യൽ മൈൻഡുള്ള കുട്ടിയാണ്. എല്ലാവരുടെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാനാണ് അവൾക്കിഷ്ടം. എന്നാൽ നരേഷിന് ഒരു മാറ്റവുമില്ലായിരുന്നു. അയാൾ ചിന്തിച്ചത് മറ്റുള്ളവരോടൊക്കെ കമ്പനി ആയി കഴിഞ്ഞാൽ എല്ലാ തലവേദനകളും തന്നിലോട്ട് വരും. അതുകൊണ്ട് മിണ്ടാതിരുന്ന ശല്യമില്ല എന്നാണ്. വെർജീനിയയിൽ താമസിക്കാൻ തുടങ്ങിയത് മുതൽ മമതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ജീവിതത്തിൽ അവൾ കൊടുക്കാൻ ശ്രമിച്ചിരുന്നത് നീമയ്ക്കായിരുന്നു. നീമയുടെ കാര്യങ്ങളൊക്കെ കൂടുതലും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് നേഴ്സായിട്ടാണ് മമത പിന്നീട് ജോലി നോക്കിയിരുന്നത്. കുട്ടികളെ കൂടുതൽ നോക്കാനായിരുന്നു പിന്നീട് അവൾക്ക് ഇഷ്ടം. ഫ്രീ ആവുമ്പോഴെല്ലാം മകളായ നീമയുടെ ഒപ്പമുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ മമത ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുമായിരുന്നു. 2024 തുടക്കമായപ്പോൾ നരേഷിൻ്റെ ജോലി നഷ്ടമാവുകയാണ്. അതോടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മമതയുടെ ചുമലിലായി.
ജോലി നഷ്ടമായി നരേഷ് വീട്ടിലിരിപ്പായതോടെ മമതയുടെ സ്വഭാവത്തിന് പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. കൂടെ ജോലി ചെയ്തിരുന്നവർക്ക് പോലും മമതയുടെ ഈ സ്വഭാവ മാറ്റം മനസ്സിലായിരുന്നു. പക്ഷെ ആരും അവളോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിരുന്നില്ല. 2024 ജൂലൈ 17 ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങിയ മമതയെ പിന്നെ ഹോസ്പിറ്റലിൽ ആരും കണ്ടിട്ടില്ല. എന്നാൽ മമത തൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന നാദിയയെ പിറ്റേ ദിവസം, അതായത് ജൂലൈ 18 കോൾ ചെയ്തെന്ന് പിന്നീട് നാദിയ പറഞ്ഞിരുന്നു. പക്ഷെ അവർക്കൊന്നും സംസാരിക്കാനും പറ്റിയില്ലെന്നാണ് നാദിയ പറഞ്ഞത്. ആ ദിവസം തന്നെ നീമയുമായിട്ടുള്ള വീഡിയോസും മമത ടിക്ടോക്കിൽ ഇട്ടിരുന്നു. അതായിരുന്നു അവസാനത്തെ വീഡിയോ. പിന്നെ ഒരു വിവരവും മമതയെപ്പറ്റി ആർക്കും കിട്ടിയിട്ടില്ല. മമതയെ കാണാതായിട്ടും നരേഷ് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് പോലും കൊടുത്തില്ല. ഒടുവിൽ മമതയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ട് മമത മിസ്സിംഗ് ആണെന്ന് പോലീസിൽ അറിയിക്കുകയാണ്. ഉടനെ തന്നെ പോലീസ് നരേഷിനെ കാണാൻ വീട്ടിലേക്ക് വന്നു. പോലീസിനോട് നരേഷ് പറഞ്ഞത് മമത കസിനെ കാണാൻ ന്യൂയോർക്കിലോ ടെക്സാസിലോ പോയിരിക്കുകയാണ്, ഫോണ് അവളുടെ കയ്യിലാണ് എന്നായിരുന്നു. കൂടാതെ നരേഷ് പറഞ്ഞത് മുമ്പും ഇവളിങ്ങനെ കുറേ ദിവസം കസിനെ കാണാനെന്നും പറഞ്ഞ് പോയിട്ടുണ്ട് എന്നാണ്. കേട്ട് പോലീസ് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ എവിടെ പോയെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് നരേഷ് പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റപ്പോൾ ഗ്രീൻ കാർഡും പാസ്പോർട്ടും അവളുടെ ഡ്രസ്സുകളൊന്നും ഇവിടെ കാണാനില്ലായിരുന്നു. കൂടാതെ ഞങ്ങൾ ഡൈവോഴ്സിന് വേണ്ടിയിട്ട് തീരുമാനിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവൾ കസിനെ കാണാൻ പോയിട്ട് തിരിച്ച് വരും എന്നാണ് പറഞ്ഞത്. പോലീസ് ആ വീട്ടിൽ ചെല്ലുന്ന സമയത്തും നീമ നരേഷിൻ്റെ കയ്യിലായിരുന്നു. കുഞ്ഞിനെ ഇത്രയും ദൂരം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത് എന്നും കൂടെ നരേഷ് പറഞ്ഞു വെക്കുകയാണ്. 2-ാം തീയതി പോലീസ് അന്വേഷിച്ച് വന്നു പോയ ശേഷം 5-ാം തീയതി നരേഷ് പോലീസിനെ അങ്ങോട്ട് വിളിച്ച് മമത ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് നരേഷിനോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാത്തിനും അയാൾ കറക്റ്റ് ഉത്തരവും പറഞ്ഞു. ഓരോ പ്രാവശ്യവും നരേഷിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ മാറിക്കൊണ്ടിരുന്നു. ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അതോടെ പോലീസിന് ചില സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. അന്വേഷണത്തിൽ മമത വിർജീനിയ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് കണ്ടെത്തി. കൂടാതെ നരേഷ് പറഞ്ഞതുപോലെ ഒരു കസിൻ സിസ്റ്റർ ഒന്നും ന്യൂയോർക്കിലോ ടെക്സാസിലോ എങ്ങും ഇല്ല. മമതയുടെ റിലേറ്റീവ്സ് എല്ലാം നേപ്പാളിൽ തന്നെയാണ്. ഒരാൾ പോലും വിദേശത്ത് എവിടെയും ഇല്ല. നരേഷിൻ്റെ മേലുള്ള സംശയം പോലീസിന് കൂടാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്, എൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന രീതിയിൽ. അതിനുശേഷം പോലീസ് മമതയുടെ കൂടെ വർക്ക് ചെയ്തവരോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ മമത ചിലരോടൊക്കെ പറഞ്ഞിരുന്നു അത്രേ നരേഷിന് ഡിവോഴ്സ് ചെയ്ത് മകളെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കണം എന്ന്. പക്ഷേ നരേഷ് ഓരോന്നും പറഞ്ഞ് അപ്പോഴും തൻ്റെ കൂടെ നിർത്താൻ അയാൾ ശ്രമിച്ചിരുന്നു. എല്ലാവർക്കും ഒരുപോലത്തെ ഒരു സംശയം വന്നത് നീമയുടെ കാര്യത്തിലായിരുന്നു. കാരണം കുഞ്ഞിനോട് അത്യധികം സ്നേഹമുള്ള ആളായിരുന്നു മമത. അങ്ങനത്തെ ഒരാൾ എങ്ങനെ ഇത്രയും ദിവസം കുഞ്ഞിനെ പിരിഞ്ഞിരിക്കും? പോകുമ്പോൾ എന്തായാലും കൂടെ കൊണ്ടുപോകേണ്ടതല്ലേ? കൂടാതെ മമതയുടെ ശരീരത്ത് ചില പാടുകളൊക്കെ കണ്ടതായും സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞു. അവൾ ഗാർഹിക പീഡനം നേരിട്ടിരുന്നോ എന്നതും സംശയത്തിലായിരുന്നു. കുറച്ച് മാസങ്ങളായിട്ട് മമത സിംഗിൾ മദേഴ്സ് മാത്രമുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ ആക്റ്റീവായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. ഇങ്ങനെയൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരുന്നെങ്കിലും പോലീസിനോട് നല്ല രീതിയിൽ തന്നെ നരേഷ് സഹകരിച്ചിരുന്നു. പക്ഷെ ആർക്കും അയാളെ വിശ്വാസമില്ലായിരുന്നു, പ്രത്യേകിച്ച് മമതയുടെ സുഹൃത്തുക്കൾക്ക്. ഇവരുടെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് മമതയ്ക്ക് വേണ്ടി അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷെ ഈ അന്വേഷണത്തിലൊന്നും നരേഷ് പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പോലീസിൻ്റെ നരേഷിലേക്കുള്ള സംശയം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഒരു കണ്ടെത്തലുണ്ടാവുകയാണ്. അവിടെയുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ നിന്നും നരേഷ് ജൂലൈ 30 3 കത്തി വാങ്ങിയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീട് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളും ഇയാൾ അവിടെ നിന്നും വാങ്ങിയിരുന്നു. ഓഗസ്റ്റ് 20 നീമയുടെ ബർത്ത്ഡേ ആണ്.
എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് നരേഷ് അയൽവാസികളെയും മമതയുടെ പരിചയമുള്ള എല്ലാവരെയും ആ ബർത്ത്ഡേ ഫംഗ്ഷൻ ക്ഷണിക്കുകയാണ്. നീമയ്ക്ക് വിഷമമൊന്നും തോന്നാതിരിക്കാനാണ് ഗ്രാൻഡായിട്ട് ഈ സമയത്തും താൻ ഫംഗ്ഷൻ നടത്തിയതെന്നാണ് നരേഷ് വന്നവരോടൊക്കെ പറഞ്ഞത്. എല്ലാവരും ഗിഫ്റ്റ്സൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞിന് കൊടുത്തെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ ഇയാൾ സമ്മതിക്കുന്നില്ല. അതിന് അയാൾ പറഞ്ഞ ന്യായീകരണം തനിക്കും തൻ്റെ മകൾക്കും സ്വകാര്യത ആവശ്യമാണ്, അത് പോകാൻ പാടില്ല എന്നായിരുന്നു. ബർത്ത്ഡേ പാർട്ടിയുടെ പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് വാറണ്ടുമായി നരേഷിന് തപ്പിയെത്തി. അതുവരെ പോലീസിനോട് സഹകരിച്ചിരുന്ന നരേഷ് പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലും സഹകരിക്കാതെയായി. ഒരു ദിവസം മുഴുവൻ ആ വീട് പോലീസ് സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ബെഡ്റൂമിൽ നിന്നും ബാത്റൂമിലോട്ട് എന്തോ വലിച്ചഴിച്ചതുപോലെ അവിടെ ബ്ലഡിൻ്റെ കറകൾ. എന്നാൽ അത് ക്ലീൻ ചെയ്തിട്ട് തെളിഞ്ഞ പാടുകളായിരുന്നു. ആ വീട്ടിൽ നിന്നും പോലീസിന് 3 കത്തികളിൽ ഒരെണ്ണം കിട്ടുകയാണ്. ബാക്കി 2 എണ്ണം മിസ്സിംഗ് ആയിരുന്നു. നരേഷ് ഷോപ്പിംഗ് മാളിൽ നിന്നും ക്ലീൻ ചെയ്യാൻ വാങ്ങിച്ച സാധനങ്ങളിൽ പകുതിയിലധികവും ബെഡ്റൂമും ബാത്റൂമും ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് നരേഷിനെ കസ്റ്റഡിയിലെടുത്തു. ബോഡി മറയ്ക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തത്, കൊലക്കുറ്റത്തിനല്ല. കാരണം കൊല ചെയ്തതായിട്ട് തെളിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പോലീസിനും എല്ലാവർക്കും ഉള്ള ഒരേ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം, എന്തിന് ഇയാൾ മമതയെ കൊന്നു, എങ്ങനെ? അവിടെ കണ്ട ബ്ലഡിൻ്റെ കറകളൊക്കെ മമതയുടേതാണെന്ന് ടെസ്റ്റ് റിപ്പോർട്ടിലൊക്കെ തെളിഞ്ഞു. ഇതുവരെയും നരേഷ് കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും കേസ് നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് ഇവൻ കുറ്റക്കാരനാണ് എന്ന രീതിയിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഇയാളുടെ ഫോൺ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തപ്പോൾ അതിൽ മമതയെ കാണാതാവുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഇയാൾ ഗൂഗിളിൽ ഭാര്യ മരിച്ച് എത്ര ദിവസം കഴിഞ്ഞാൽ രണ്ടാമത് വിവാഹം കഴിക്കാം എന്നതിനെപ്പറ്റി സെർച്ച് ചെയ്തിരുന്നു എന്നാണ്. മമതയാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. പൈസ ഇല്ലാത്തത് കാരണം നരേഷ് തൻ്റെ കാർ ഇടയ്ക്ക് വിറ്റിരുന്നതായും പോലീസ് കണ്ടെത്തി. മമതയുടെ കുഞ്ഞിനെ മമതയുടെ പാരൻസ് വരുന്നത് വരെ അവിടുത്തെ ഒരു ഷെൽട്ടർ ഹോമിൽ മാറ്റിയിരുന്നു. പിന്നീട് പാരൻസ് വന്ന ശേഷം അവർക്ക് കൈമാറുകയാണ് ചെയ്തത്. മമതയുടെ ബന്ധുക്കൾക്കും പോലീസിനും ഒക്കെ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം മമതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതാണ്. ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.